റെസിഡൻസി നിയമലംഘനങ്ങൾക്ക് പിഴകൾ വർദ്ധിപ്പിച്ച് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. പുതിയ പിഴകൾ ജനുവരി 5 മുതൽ രാജ്യത്ത് നടപ്പാക്കും. വിസ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വിവിധ റെസിഡൻസി ലംഘനങ്ങൾ പരിഹരിക്കാനുമാണ് പുതുക്കിയ പിഴകൾ ലക്ഷ്യമിടുന്നത്. കുവൈത്തിൽ വിസ നിയമത്തിലെ പിഴകളിൽ സമൂലമായ മാറ്റം വരുത്തിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. താത്കാലിക വിസയുടെ കാലാവധി കഴിഞ്ഞവർക്കും കാലാവധി അവസാനിച്ച പ്രവാസികൾക്കും റെസിഡൻസി പുതുക്കാനോ രാജ്യം വിടാനോ വിസമ്മതിച്ചവർക്കും പുതിയ സംവിധാനം ബാധകമാണ്. നേരത്തെ വിസ ലംഘനങ്ങൾക്ക് പരമാവധി പിഴ 600 ദിനാർ ആയിരുന്നുവെങ്കിലും പുതുക്കിയ നിയമത്തിൽ അത് 2000 ദിനാറായി. പുതിയ പിഴകൾ ഉൾക്കൊള്ളിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം റെസിഡൻസി കമ്പ്യൂട്ടർ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നവജാത ശിശുക്കളെ രജിസ്റ്റർ ചെയ്യുന്നതിന് ആദ്യ 4 മാസത്തെ ഗ്രേസ് പീരീഡിന് ശേഷം പ്രതിമാസം 2 ദിനാർ പിഴ നൽകണം. തുടർന്നുള്ള മാസങ്ങളിൽ 4 ദിനാർ വീതം പിഴ ബാധകമാണ്. പരമാവധി പിഴ 2000 ദിനാറാണ്. തൊഴിൽ വിസ ലംഘനങ്ങൾക്ക് ആദ്യ മാസം ദിനംപ്രതി 2 ദിനാറും പിന്നീട് 4 ദിനാർ വീതവും പിഴ നൽകേണ്ടി വരും. എന്നാൽ വിസ ലംഘനങ്ങളുടെ പരമാവധി തുക 1200 ദിനാറായി നിജപ്പെടുത്തി. വിസിറ്റ് വിസ ഓവർസ്റ്റേക്ക് പ്രതിദിനം 10 ദിനാർ പിഴയും പരമാവധി 2000 ദിനാർ വരെയുമാണ് പിഴ നിശ്ചയിച്ചിരിക്കുന്നത്. ഗാർഹിക തൊഴിലാളികളുടെ റെസിഡൻസി ലംഘനങ്ങൾക്ക് പ്രതിദിനം 2 ദിനാറും പരമാവധി 600 ദിനാർ വരെയും പിഴ നൽകണം. ആർട്ടിക്കിൾ 17, 18, 20 വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരുടെ റെസിഡൻസി റദ്ദാക്കിയ ശേഷം ആദ്യ മാസത്തേക്ക് പ്രതിദിനം 2 ദിനാറും തുടർന്ന് 4 ദിനാർ വീതം പിഴയും ഈടാക്കും. പിഴകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ വിസ നിയമങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുക, ലംഘനങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. മീഡിയ 1, കുവൈത്ത് സിറ്റി.